ഇസ്ലാമിൽ ബാങ്ക് വിളി നിലവിൽ വന്ന സമയം കഅബാലയത്തിന് ചുറ്റും കൂടി നിന്നവരിലേക്ക് പ്രവാചകൻ ഒന്ന് കണ്ണോടിക്കുന്നുണ്ട്. അവിടുന്ന് ഉദ്ദേശിച്ച മുഖം അവിടുത്തെ കണ്ണിൽ കുരുങ്ങിയില്ല. തല ഉയർത്തിയിട്ട് പതുങ്ങിയ ശബ്ദത്തിൽ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എവിടെ ബിലാൽ എവിടെയെന്ന്. ആൾക്കൂട്ടത്തിന്റെ പിറകിൽ നിന്ന് നിറപുഞ്ചിരിയുമായി ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അടിമയായ കറുത്തവനായതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ബിലാലിനെ പ്രവാചകൻ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ബിലാലിനോട് പറഞ്ഞു, കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് അങ്ങ് ബാങ്ക് വിളിക്കുക. ഇനി ബാങ്കിന്റെ ചുമതല അങ്ങേക്കാണ്. പ്രവാചകരുടെ ചുമലിൽ ചവിട്ടിയിട്ട് പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് മനോഹരമായ ആ ശബ്ദത്തിൽ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നുണ്ട്. ഈ കാഴ്ച ചിലരെ ചൊടിപ്പിക്കുന്നുണ്ട്. കറുത്തവനായ ബിലാലിനെ മാത്രമേ മുഹമ്മദിന് കിട്ടിയുള്ളൂ എന്ന ആക്ഷേപത്തിന്റെ വാക്യങ്ങൾ അവർ നെയ്തിറക്കാൻ തുടങ്ങി. ഇത് കേട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രവാചകരുടെ അടുക്കലേക്ക് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. പ്രവാചകർ അവരെന്നെ ആക്ഷേപിക്കുന്നുണ്ട്. ബിലാലിനെ അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തേക്ക് ചേർത്ത് പിടിച്ച് വെളുപ്പന്തോ മേന്മയും കറുപ്പന്തോ അവജ്ഞതയുമായി കാണുന്ന ആളുകളിലേക്ക് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഇസ്ലാമിൽ ഒരു കറുത്തവൻ ഒരു വെളുത്തവനേക്കാളോ, ഒരു മുതലാളിക്കൊരു തൊഴിലാളിയേക്കാളോ, ഒരു സമ്പന്നന് ഒരു ദരിദ്രനേക്കാളോ യാതൊരുവിധ സ്ഥാനവുമില്ല. സ്ഥാനം നിർണയിക്കുന്നത് ദൈവത്തോടുള്ള സൂക്ഷ്മതയുടെ മാനദണ്ഡത്തിലാണെന്ന് പരിശുദ്ധ